ഹലോ കിറ്റി, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? കാരണം നീ സംസാരിക്കുമ്പോഴേക്ക് കവിത കേൾക്കുന്ന പോലെ തോന്നുന്നത്. പിന്നെ നീ സംസാരിക്കുമ്പോഴല്ലോ എനിക്ക് പാട്ട് പാടുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നത്. ഹണി, ഇതുപോലുള്ള മോട്ടിവേഷൻ ആണ് എനിക്ക് വേണ്ടത്. കാരണം നാളെ എനിക്കൊരു കോമ്പറ്റീഷൻ ഉണ്ട്. അത് ശരി, നിനക്കങ്ങനെ തോന്നിയെങ്കിൽ ഞങ്ങൾ ഇപ്പൊ തന്നെ നിന്റെ വീട്ടിലോട്ട് വരാം. എന്റെ പൊന്നെ, ഈ ഖന്നാസാറുണ്ടല്ലോ, അങ്ങനെ എവിടെ എന്ത് വെക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. Honey bunny, I'm chasing fat monkey. Don't. ഹലോ കിറ്റി, ഞങ്ങൾ നിനക്ക് മോട്ടിവേഷൻ തരാൻ വേണ്ടി വന്നിരിക്കുന്നേ. ഹലോ ഫ്രണ്ട്സ്. എന്താ പറഞ്ഞേ? സിമ്പിൾ സിമ്പിൾ എന്നാ അവൻ പറഞ്ഞേ. നാളത്തെ കോമ്പറ്റീഷൻ നിനക്ക് സിമ്പിൾ ആയിരിക്കും. എന്നെക്കാളും വലിയൊരു പിമ്പിളാ കിറ്റിക്ക് വന്നിരിക്കുന്നത്. ഇതുപോലൊരു പിമ്പിളിന് മിക്കവാറും ഒരു റേഷൻ കാർഡ് കൂടി വേണ്ടി വരുമെന്നാ തോന്നുന്നത്. സംശയം കിറ്റിയുടെ സന്തോഷം കണ്ടിട്ട് തോന്നുന്നേ അവൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്നാ. അഥവാ അറിഞ്ഞ നാളത്തെ കോമ്പറ്റീഷൻ പങ്കെടുക്കാനുള്ള ധൈര്യം അവൾക്ക് ഇല്ലാണ്ടാകും. ഇതിനെ കുറിച്ച് കിറ്റിയോട് നമ്മൾ പറയാനേ പാടില്ല. അല്ല, എന്ത് പറയാൻ പാടില്ലെന്നാ നിങ്ങൾ പറയുന്നത്? അതായത് നിന്റെ പിമ്പിൾ. ടിമ്പിളല്ല, ടിമ്പിൾ ടിമ്പിൾ. ടിമ്പിൾ എന്നൊരു നടിയുണ്ട്, കാണാൻ നല്ല ഭംഗിയാ. എനിക്ക് ഭംഗിയെന്നാണ് പറഞ്ഞു വരുന്നത്. നീ പിമ്പിൾ അല്ലെങ്കിലും നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. നിന്റെ ഭംഗിയെ തോൽപ്പിക്കാൻ ആരുമില്ല. എന്റെ ഈ പിമ്പിളിന്റെ കാര്യം അറിയാതിരിക്കുന്നവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഹൗ സ്വീറ്റ്. കണ്ണാടി മാറ്റ്, ഞാൻ ഇപ്പൊ തന്നെ എത്താം. ഐഡിയ. സോറി, അറിയാതെ കൈതട്ടി വീണതാ. ഓ, ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണ്ടേ പണി? സോദാറിനോട് സംസാരിച്ച് ഞാനും ഒക്കെ സോദാറിനെ പോലെയായി. Just joking, guys. ഹണി, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരാമോ? വെള്ളത്തിന്റെ റിഫ്ലക്ഷനില് കിറ്റി എങ്ങനെ പിമ്പിൾ കണ്ടാലോ? കിറ്റി, നീ കോഫി കുടിക്ക്. ഹണി നന്നായിട്ട് കോഫി ഉണ്ടാക്കും. ഇന്നലെ എനിക്ക് ഉണ്ടാക്കി തന്നു. എനിക്ക് പോലും എന്റെ കൈ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ കൈ കൊണ്ടല്ല ഞാൻ ഇന്നലെ കോഫി കുടിച്ചത്. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഈ ട്രെയിനിൽ തീർച്ചയായിട്ടും നോവും കാണാൻ പറ്റും. ഓ, പോപ്പട്ടെ, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? എന്തായാലും കോഫി താഴെ പോയത് നന്നായി. അത് കഴിച്ചിരുന്നെങ്കിൽ വലിയ പ്രശ്നമായി പോയനെ അല്ലേ? ഈ കോഫി കുടിച്ചാണ് എന്റെ മുത്തശ്ശന്റെ പല്ല് മുഴുവൻ ഒഴിഞ്ഞു പോയത്. അതെങ്ങനെയാ? കോഫിക്കുള്ളിലെ ഒരു വലിയ കല്ലുണ്ടായിരുന്നു. അത് കടിച്ചപ്പോ പല്ലെല്ലാം പൊടിഞ്ഞു പോയി. ശരി ശരി, ഞാൻ പോയിട്ട് ഇപ്പൊ വരാവേ. ഇവിടെ എല്ലാ സ്ഥലത്തുനിന്ന് റിഫ്ലക്ഷൻ വന്നോണ്ടിരിക്കുകയാണ്. കിറ്റിയുടെ മുഖം തീർച്ചയായിട്ടും തറയിൽ കാണാൻ പറ്റും. ഐഡിയ. നിങ്ങൾ ചെയ്തു കൊടുക്കുന്നതൊക്കെ കാണുമ്പോ എനിക്ക് തോന്നുന്നത് എന്റെ മുഖത്ത്
ഓഫീസ് വരില്ല. നമ്മുടെ മൂഡ് മാറാനായിട്ട് നമുക്ക് ഒളിച്ചു കളിക്കാം. കിട്ടിയ നല്ല തുണിക്കെട്ട്. എപ്പോ എല്ലാവരെയും പിടിക്കുന്നുവോ അപ്പൊ ആ തുണി അഴിക്കാം. നീ ഒന്ന് സൂക്ഷിച്ച് നടക്ക് കിട്ടി. ഞങ്ങളുടെ ഇവിടെയുണ്ട്. നീ വന്ന് എന്നെ പിടിക്ക്. ഞാൻ ഔട്ടായി. ഞാനും ഔട്ടായി. തുണി കെട്ടിയത് തൊട്ട് അവൾക്ക് ഒന്നിനും മനസ്സിലാക്കിയിട്ടില്ല. ഈ സോൾദാറിനെ കൊണ്ട് തോറ്റു. ആവശ്യമില്ലാത്ത ഓരോരോ ഐഡിയകൾ. നീ ഒന്നുകൂട്ടി വിഷമിക്കണ്ട. ഇവരെ നോക്കിയോ അവൾക്ക് കണ്ടെത്താനാവുകയില്ല. ഞാനൊരു കാര്യം പറയട്ടെ. നീ അത് വാ അടയ്ക്കും. വാ തുറന്നാലേ പ്രശ്നങ്ങളാ. അല്ല കിട്ടിയെങ്കോട്ട് പോയി. പുറത്തേക്ക് പോയി. അതൊന്നും നീ നേരത്തെ പറയട്ടെ. നീയല്ലേ ഉണ്ടായിരിക്കാൻ പറഞ്ഞത്. ഞാൻ നിന്നോട് ആ കാര്യം പറയാൻ വേണ്ടിട്ടാ വന്നത്. നമ്മൾ കിറ്റിയെ കണ്ടുപിടിക്കണം. ഞാൻ രണ്ടുപേരെ പിടിച്ചു. ബാക്കിയുള്ള രണ്ടുപേരെ ഞാൻ വൈകാതെ തന്നെ പിടിക്കും. എങ്ങനെയെങ്കിലും അവിടെ നടന്നേ പറ്റൂ. ഇത്രയും ഞാനോ? ഞാനിവിടുന്ന് ഒറ്റയ്ക്ക് സംസാരിച്ചാലും അത് ഗ്രൂപ്പ് ഡിസ്കഷനായിട്ട് മാറും. വായടയ്ക്ക്. നമുക്ക് പെട്ടെന്ന് കിറ്റിയെ കണ്ടുപിടിച്ചേ പറ്റൂ. കിട്ടിയ ഉടനെ കണ്ടെത്തണം. വേഗം വാ. ഇതാ എല്ലാ വശത്തും കഥകുണ്ടല്ലോ. എത്ര ഒറിജിനൽ ഏതാ? ഇത് പറ്റിയൊരു അവസരം. ഹണിയെ അടിക്കാൻ പറ്റില്ല. അവന്റെ റിഫ്ലക്ഷൻ എന്തെങ്കിലും രണ്ടെണ്ണം കൊടുക്കട്ടെ. സോറി ഹണി. ആ ഐഡിയ. ഇങ്ങനെ എല്ലാ ഗ്ലാസ്സിലും പൊട്ടിക്ക്. അപ്പൊ നമുക്ക് ഒറിജിനൽ വാറല് കിട്ടും. ദേ നോക്ക്. അതാണ് ശരിക്കുള്ള വാതിൽ. നീ കിറ്റിയെ കണ്ടോ? ഇല്ല, കണ്ടില്ല. മതി മതി, ഈ കളി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഈ തുണി അഴിക്കാൻ പോവാ. അയ്യോ വേണ്ട കിറ്റി. വേണ്ട കിറ്റി. രക്ഷപ്പെട്ടു. എന്തിനാ നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്ത്? എനിക്ക് എങ്ങനെ ഇരുട്ടത്തിരുന്ന വല്ലാതെ പേടിയാവും. അതെ കിറ്റി, നീ കരയാതെ. കുറച്ചൊക്കെ ധൈര്യം വേണ്ടേ? അതെ, ടാക്സി, പ്ലെയിൻ, പിന്നെ പിമ്പിൾ. ഇതൊക്കെ വരും പോവും. പ്രോപ്പർട്ടിനാണെങ്കിൽ കുട്ടിക്കാലം മുതൽക്ക് പിമ്പിൾസ് ഉണ്ട്. ചോന്നിരിക്കുന്ന കണ്ടില്ലേ? എടാ, ഇതെന്റെ ചുണ്ടാണ്. അവന്റെ ഒരു തമാശ. പിമ്പിൾ വന്ന കാര്യം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഞാൻ നിങ്ങളെ ചുമ്മാ വട്ടാക്കിയതാ. പക്ഷെ ഈ പിമ്പിൾ കാരണം ഇന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്റെ ഫ്രണ്ട്സിന് എന്നോട് ഒരുപാട് സ്നേഹമുണ്ട്. കിറ്റി, പിമ്പിൾ അപ്പൊ നിനക്കൊരു പ്രശ്നമല്ലല്ലോ. അതിന് ഇതൊരു വെറും പിമ്പിൾ മാത്രമല്ലേ? പക്ഷെ നാളെ നിന്റെ കോമ്പറ്റീഷൻ ആണ്. ഈ പിമ്പിൾ കാരണം നിന്റെ കോമ്പറ്റീഷൻ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ